ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ഗവേഷണങ്ങൾ തുടങ്ങിയിട്ട് കാലമേറെയായി. ഭൂമിക്ക് പുറത്ത് സൗരയൂഥത്തിലും മറ്റ് നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളിലും മറ്റ് ഗാലക്സികളിലും ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്നതായിരുന്നു അന്വേഷണം. ആ അന്വേഷണങ്ങൾക്ക് ഇപ്പോൾ ഒരു ആശാവഹമായ മറുപടി ലഭിച്ചിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 124 പ്രകാശവർഷം അകലെ K2-18b എന്ന് പേരിട്ടിരിക്കുന്ന ഗ്രഹത്തിൽ ജീവന് സാധ്യതയുള്ളതായി നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൽ നിന്നുള്ള വിവരങ്ങൾ പറയുന്നതായി ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോഫിസിസിസ്റ്റും ഇന്ത്യൻ വംശജനുമായ പ്രൊഫസർ നിക്കു മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് പഠനം നടത്തിയത്. ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഡൈമീഥൈൽ സൾഫൈഡ്, ഡൈമീഥൈൽ ഡൈസൾഫൈഡ് എന്നീ വാതകങ്ങളുടെ സാന്നിധ്യമുള്ളതായി സ്ഥിരീകരിച്ചു. കടലിലെ ഫൈറ്റോ പ്ലാങ്ടണുകളുടെ പ്രവർത്തന ഫലമായി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങളാണിവ. ബയോസിഗ്നേച്ചറുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ എന്നിവയുടെ സാന്നിധ്യം ഈ ഗ്രഹത്തിൽ നേരത്തെ തിരിച്ചറിഞ്ഞു. ഈ ഗ്രഹത്തിൽ ജീവനുണ്ടോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഫൈറ്റോ പ്ലാങ്ടണുകൾ ഇല്ലാതെയും ഇത്തരം വാതകങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്നും പഠനങ്ങൾ നടക്കുകയാണ്. K2-18b അതിന്റെ നക്ഷത്രത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന പ്രകാശം വിശകലനം ചെയ്താണ് വാതക സാന്നിധ്യം കണ്ടെത്തുന്നത്.